أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم وبارك عليه. അറുപത്തിയഞ്ച്. അസ്സാദിസു അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്നഹു അദ്ദേഹം, സമിഅ കേട്ടു, അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖൂലു പറയുന്നതായിട്ട് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടു. എന്താ നബി തങ്ങൾ പറയുന്നത്? ഇന്ന സലാസത്തൻ, തീർച്ചയായും 3 പേർ, മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായീൽ ഗോത്രത്തിൽപ്പെട്ട 3 പേർ. അബ്റസ, ഒന്ന് വെള്ളപ്പാണ്ടുള്ള ഒരാൾ, വ അഖ്റ, കഷണ്ടിയുള്ള ആൾ, വ അഴ്മ, കണ്ണ് കാണാത്ത ആൾ. അപ്പൊ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളും കഷണ്ടിയുള്ള മറ്റൊരാളും കുഷ്ഠരോഗം പിടിച്ച വേറൊരാളും. ഈ 3 പേർ അറാദല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചു, അയ്യബ്തലിയഹും, ഈ 3 പേരെയും പരിശോധിക്കാൻ, പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചു. ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മു സലാസത്തൻ. അപ്പോൾ അതിൻ്റെ ഖബറാണ് അറാദല്ലാഹു അയ്യബ്തലിയഹും എന്ന ജുംല. ബനു ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ട 3 പേരെ അള്ളാഹു പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ഫബഅസ, അപ്പോൾ അതിനായി അള്ളാഹു അയച്ചു, ഇലൈഹിം, അവരിലേക്ക്, മലക്കൻ, ഒരു മലക്കിനെ അയച്ചു കൊടുത്തു. ഫഅത, അദ്ദേഹം ചെന്നു, അൽ അബ്റസ, അബ്റസിൻ്റെ അടുത്തേക്ക് ചെന്നു. കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട് പിടിച്ച്, അബ്റസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് പിടിച്ച് കിടക്കുന്ന ആളടുത്തേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മലക്ക് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൗനുൻ ഹസനുൻ, നല്ല നിറമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. എനിക്ക് വെള്ളപ്പാണ്ടാണ്, അപ്പോൾ നല്ല നിറം എനിക്ക് ഇഷ്ടമാണ്. വ ജിൽദുൻ ഹസനുൻ, നല്ല തൊലിയും. അതുപോലെ വ യദ്ഹബു അന്നി, എന്നെ വിട്ടു പോകലുമാണ്. ഹാദല്ലതി, ഇത് എങ്ങനെയുള്ളത്? കത് കദിറനി അന്നാസു, ജനങ്ങൾ മോശമായി, ജനങ്ങൾ വെറുക്കുന്ന, മോശമായി കാണുന്ന ഈ, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ, വെള്ളപ്പാണ്ട്, അത് എന്നിൽ നിന്നും ഒഴിവായി പോകലുമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? കാശിപ്പ ക്ലിയർ അല്ലേ? ഇതാണ് ജനങ്ങൾ മോശമായിട്ട് കാണുന്ന ഈ നിറം, അതുപോലെ ഈ തൊലി, അത് പോവണം. അപ്പോൾ മസഹു,
മലക്ക് അദ്ദേഹത്തെ തടവി. ഫദഹബ, അപ്പോൾ പോയി. അൻഹു ഖദറുഹു, അവൻ മോശമായി കണ്ടിരുന്ന കാര്യം പോയി. ഖദർ, ഇവിടെ കദീറ എന്നുള്ളത് ഫീലാട്ടോ, ഇത് ഫീലാണ് കദീറ എന്നുള്ളത്. ആരാ ഫൈസ? ആ, ഇത് ഖദർ, അഴുക്ക്, മോശം, വെറുപ്പ് അദ്ദേഹത്തിൽ നിന്നും എന്ത് ചെയ്ത് പോയി, മലക്ക് തടവി കൊടുത്തു. വ ഉഴുത്തിയ, അദ്ദേഹം നൽകപ്പെട്ടു. ലൗനൻ ഹസനൻ, നല്ല നിറം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അപ്പോൾ കാല, പിന്നെ മലക്ക് ചോദിച്ചു, ഫ അയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏതൊരു മുതലാണ് ഏറ്റവും ഇഷ്ടം? കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ ഇബിലു, ഒട്ടകാണ്. ഔ കാല അൽ ബക്കറു, അല്ല പശുവാണ്. അങ്ങനെ ഇത് ശക്കർ റാവി, റിപ്പോർട്ട് ചെയ്ത റാവിക്ക് ഒരു സംശയമുണ്ട്, അദ്ദേഹം ഒട്ടകമാണോ പറഞ്ഞത് അതല്ല പശുവിനെയാണോ പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്. ഏതായാലും ഉഴത്തി, അദ്ദേഹം നൽകപ്പെട്ടു. നാക്കത്തൻ ഉഷറ, ചെനയുള്ള ഒട്ടകം, ചെനയുള്ള ഗർഭമുള്ള ഒരു ഒട്ടകത്തെ അദ്ദേഹത്തിന് നൽകപ്പെടുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീഹ, അള്ളാഹു നിനക്ക് ഈ ഒട്ടകത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വെള്ളപ്പാണ്ട് പിടിച്ച ആളെടുത്ത് മലക്ക് വന്ന് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. എനിക്ക് ജനങ്ങളൊക്കെ മോശമായി കാണുന്ന ഈ നിറമൊന്ന് മാറിക്കിട്ടണം, നല്ല തൊലി വേണം. അങ്ങനെ അദ്ദേഹം തടവി കൊടുത്തു. അങ്ങനെ അത് മാറി, നല്ല നിറം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. പിന്നെ ചോദിച്ചു, നിനക്ക് പരീക്ഷിക്കാണല്ലോ. അപ്പോൾ അദ്ദേഹം അള്ളാഹു കൊടുത്ത അനുഗ്രഹം കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. പിന്നെ ചോദിച്ചു, നിനക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലേതാ? ഒട്ടകമാണ്. അപ്പോൾ ചെനയുള്ള ഗർഭമുള്ള ഒരു ഒട്ടകത്തെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു നിനക്ക് ഇതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഒരാളെ കഴിഞ്ഞിട്ടാ. ഫഅത്തൽ അക്റ, പിന്നെ മലക്ക് ചെന്നു. ഫഅത്ത, മലക്ക് ചെന്നു. അൽ അക്റ, കഷണ്ടിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. ഫഖാൽ, എന്നിട്ട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഖാൽ, അപ്പോൾ കഷണ്ടിക്കാരൻ പറഞ്ഞു, ഷഅറുൻ ഹസനുൻ, നല്ല മുടി വേണം പറഞ്ഞു. വയദ്ഹബു അന്നി, പോവുകയും വേണം എന്നെ വിട്ട്. ഹാദല്ലതി, ഇത് എങ്ങനത്തതാണ്? കദിറനീ അന്നാസു, ജനങ്ങൾ മോശമായി കാണുന്ന, വെറുപ്പ് ഉണ്ടാക്കുന്ന ഇത് പോണം എന്ന് പറഞ്ഞു. ഫമസഹഹു, മലക്ക് അദ്ദേഹത്തെ തടവി. ഫദഹബ അൻഹു, അദ്ദേഹത്തിൽ നിന്നും അത് നീങ്ങിപ്പോവുകയും ചെയ്തു. വ ഉഅ്തിയ, അദ്ദേഹം നൽകപ്പെട്ടു. ശഅറൻ ഹസനൻ, നല്ല മുടി അദ്ദേഹത്തിന് നൽകപ്പെടുകയും ചെയ്തു. കാല, എന്നിട്ട് മലക്ക് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും പ്രിയങ്കരമായ സമ്പത്ത് ഏതാണ്? കാല, അദ്ദേഹം പറഞ്ഞു, അൽ ബഖറു, പശുവാണ് എന്ന് പറഞ്ഞു. ഫഉഅ്തിയ, അദ്ദേഹം നൽകപ്പെട്ടു. ബക്കറത്തൻ ഹാമിലൻ, ഗർഭിണിയായ ഒരു പശുവിനെ നൽകപ്പെട്ടു. കാല, എന്നിട്ട് പറയുകയും ചെയ്തു, ബാറക്കല്ലാഹു ലക ഫീഹ, അള്ളാഹു നിനക്ക് ഇതിൽ ബറക്കത്ത് ചെയ്യട്ടെ. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ആളെടുത്തേക്ക് മലക്ക് പോയി അദ്ദേഹത്തിന് വേണ്ടത് നൽകി.
ഫഅതൽ അഅമ, അങ്ങനെ അഅമന്റെ അടുത്തേക്ക് ചെന്നു, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളെത്തി. ഫഖാല അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, ഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൻ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി, അള്ളാഹു എനിക്ക് കാഴ്ചശക്തി മടക്കി നൽകണം. എന്നിട്ട് ഫ ഉബസിറന്നാസ, എനിക്ക് ജനങ്ങളെ കാണണം എന്ന് പറഞ്ഞു. ഉബസിറന്നാസ, ജനങ്ങളെ കാണുകയും വേണം. അള്ളാഹു എൻ്റെ കാഴ്ചശക്തി എനിക്ക് മടക്കി നൽകി, എനിക്ക് ജനങ്ങളെ കാണണം. ഫമസഹഹു, മലക്ക് അദ്ദേഹത്തെ തടവി. ഫറദ്ദല്ലാഹു ഇലൈഹി ബസറഹു, അള്ളാഹു അദ്ദേഹത്തിന് കാഴ്ചശക്തി മടക്കി കൊടുത്തു. പിന്നെ മലക്ക് ചോദിച്ചു ഫ അയ്യുൽ മാലി അഹബ്ബു ഇലൈക, ഖാല, അദ്ദേഹം പറഞ്ഞു അൽ ഗനമു, ആടാണ്, എനിക്ക് ആടാ ഇഷ്ടം. ഫഉതിയ ഷാത്തൻ വാലിദൻ, പ്രസവശേഷിയുള്ള ഒരു പെണ്ണാടിനെ അദ്ദേഹത്തിന് നൽകി. ഫഅൻതജ ഹാദാനി വവല്ലദ ഹാദാ, അത് രണ്ടും പ്രസവിച്ചു. ഹാദാനി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ടല്ല മൂന്നെണ്ണല്ലേ. അന്തജ ഹാദാനി എന്ന് പറയുമ്പോൾ പശുവും ഒട്ടകവും റിസൾട്ട് നൽകി എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു. അപ്പോൾ വല്ലത ഹാദ, ഇതും പെറ്റുപെരുകി. അപ്പോൾ ഇത് ആട്, ഇവിടത്തെ ഹാദ എന്ന് പറഞ്ഞാൽ ആട്, ഹാദാനി എന്ന് പറഞ്ഞാൽ പശുവും ഒട്ടകവും. പെറ്റുപെരുകി. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഹാദാനി എന്ന് പറയുമ്പോൾ ആ രണ്ടെണ്ണം ഏത് ആദ്യം പറഞ്ഞില്ലേ നമ്മൾ, ഒട്ടകം പശു. അപ്പോൾ വല്ലത ഹാദ എന്ന് പറയുമ്പോൾ ഇപ്പം പറഞ്ഞത് ആട്. ഫകാനലി ഹാദ, ഇദ്ദേഹത്തിനുണ്ടായി വാദിൻ മിനൽ ഇബിലി, ഒട്ടകത്തിനാൽ ഒരു വലിയ താഴ്വാരുണ്ടായി. താഴ്വാരം നിറച്ചും ഒട്ടകം ഉണ്ടായി ഒരാൾക്ക്. പിന്നെ വലിഹാദ വാദി മിനൽ ബക്കർ, മറ്റാൾക്ക് ഒരു താഴ്വര നിറച്ചും എന്തുണ്ടായി, പശു ഉണ്ടായി. വലിഹാദ വാദിൻ മിനൽ ഗനമി, മറ്റാൾക്ക് മൂന്നാമത്തെ ആൾക്ക് ഒരു താഴ്വര നിറച്ചും ആടുണ്ടായി. ശ്രദ്ധിക്കണേ, കാന കാന ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നെസ്ബും ചെയ്യുന്നതാണ്. കാനൻ്റെ ഇസ്മു വാദിൻ എന്നുള്ളതാണ്. ഇവിടെ വാദിൻ കണ്ടില്ല നിങ്ങൾ, വാദിൻ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ജറ കാണുന്നു, വാദിൻ. അത് ശരിക്ക് വാദിയുൻ ഉണ്ടാകുക, വാദിയുൻ, അസല് വാദിയുൻ.
അപ്പോൾ അവിടെ എന്താ പറ്റിയത് ചോദിച്ചാൽ യാ ലഈഫാണ്, ബലഹീനമായ ലെറ്ററാണ്. അതിൽ ലമ്മത്തും കസറത്തൊന്നും വരില്ല, ഫത്ഹേ വരൂ. ഇവിടെ ലമ്മ വന്നല്ലോ, വാദിയുൻ എന്ന് പറയും. അപ്പോൾ യായിൻ്റെ ഹർക്കത്തിനെ കളഞ്ഞു, കാരണം അതിന് ചുമക്കാൻ പറ്റൂല. ലഈഫായ ലെറ്റർ കട്ടിയുള്ള ഹർക്കത്തിനെ ചുമക്കൂല. അപ്പോൾ ആ ഹർക്കത്ത് ലമ്മത്ത് കളഞ്ഞു. അപ്പം എന്തായി മാറി? വാദി യ് എന്നായി. യ് നെ തൻവീൻ്റെ നൂനും, തൻവീൻ്റെ നൂനും അത് സുക്കൂനാണ്, ഈ യാവും സുക്കൂനാണ്. അപ്പോൾ എന്നിട്ട് രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ യാനെ കളഞ്ഞു, ലഈഫായതാണല്ലോ. എന്നിട്ട് തൻവീന് ദാലിലേക്ക് നീങ്ങി, വാദിൻ എന്നായി. അപ്പം നിങ്ങളിപ്പോൾ കാണുമ്പോൾ അതെന്തായിരിക്കും? കസ്റത്തായിട്ട്. പക്ഷെ അത് ശരിക്കും ഓൾറെഡി റഫ് ആണ്. റഫ് നമ്മൾ പറയൽ അത് കളയപ്പെട്ട യാ ഉമ്മെ സങ്കല്പിച്ചിട്ട് റഫ് എന്ന് പറയാം. ഖാലിൻ, വാദിൻ, ഖാസിൻ എന്നൊക്കെ പറയുന്നത് പോലെ. ക്ലിയർ ആണോ? നിത മനസ്സിലായില്ല? യായിനെ കളഞ്ഞിട്ട് തൻവീൻ ഇങ്ങോട്ട് നീങ്ങി, ദാലുമക്ക് നീങ്ങി. അപ്പൊ വാദിൻ ആയി. ശരിക്കും തൻവീൻ എന്ന് പറഞ്ഞാൽ തന്നെ സുക്കൂനുള്ള നൂനാണ്. എഴുത്തിലുണ്ടാവില്ല, പറച്ചിലുണ്ടാവും. എഴുത്തിലുണ്ടാവില്ലത്, അത് നീങ്ങിപ്പോയി. ഇത് ഇൻഷാ അല്ലാഹ് നഹ്വിൽ വരും. മങ്കൂസായ ഇസ്മ എന്നാണ് ഇനി പറയാം, അവസാനം പോണ ഇസ്മ. അപ്പം നിങ്ങൾ ചില പദങ്ങൾ അങ്ങനെ കാണാം. ഖാലിൻ, ഖാലി. ഇത് അലിഫ്ലാം ഉണ്ടെങ്കിൽ യാവ് മടങ്ങി വരും കേട്ടോ. അൽ വാദി എന്ന് പറയും. അപ്പോഴും റഫ് വരില്ല, റഫ് യാവും സുക്കൂനായിരിക്കും വരിക. യാവും അൽ വാദി എന്ന് പറയുമ്പോൾ യാവും സുക്കൂന് വരും. റഫ് ലമ്മത്ത് സങ്കല്പിക്കും. സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സങ്കല്പനയിൽ റഫ് ഉണ്ട് എന്ന് പറയും. ലാഹിറത്തായിട്ട് കൊടുക്കാൻ കഴിയില്ല, കാരണം യാവ് ലഈഫായ ലെറ്ററാണ്, യാവും വാവൊക്കെ. ലഈഫായ ലെറ്ററിൽമേ ലമ്മത്ത്, കസ്റത്ത് തുടങ്ങിയ ഭാരമുള്ള ഹർക്കത്ത് വരൂല. അപ്പോൾ ഫത്ഹത്തോ? ഫത്ഹത്ത് ഭാരമുള്ള ഹർക്കത്തല്ല, അത് ഭാരമില്ലാത്ത ഹർക്കത്താണ്, അത് വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കണ്ടോ, അൻ യബ്തലിയ. ഹും എന്നുള്ളത് മഫ്ഊലാണ്. അൻ യബ്തലിയ, യാ എന്നുള്ളത് നമ്മൾ കണ്ടൊരു ഫത്ഹ്, നസ്ബിൻ്റെ ഫത്ഹ്. ഇബ്തല യബ്തലി എന്ന ഫീല് അവിടെ വന്നു. അവിടെ നേരെമറിച്ച് അവിടെ ലമ്മാണെങ്കിൽ വരൂല, യാമ കാണൂല. മനസ്സിലായോ? ഇസ്തറ യസ്തരി. പക്ഷെ അന്ന് വരുമ്പോൾ നസ്ബ് ചെയ്യുന്ന സമയത്ത് അൻ യസ്തരിയ എന്ന് പറയും. ഇവിടെയും കാണാം, കുറേ കാണുക. അൻ യഅ്തിയ, നമ്മൾ ഇന്നലെ പറഞ്ഞ ഹദീസിൽ അൻ യഅ്തിയ. ക്ലിയർ അല്ലേ? പ്രശ്നമല്ല. സിമ്പിളാണ്. ഇതൊരു പൊതു നിയമം ഇപ്പം ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത് കാണുമ്പോഴൊക്കെ നിങ്ങളെ മനസ്സിലത് വേണം. നോക്കുക, അങ്ങനെ ഇപ്പോൾ ഇവർ നല്ല പണക്കാരായി, നല്ല പൈസയായി. പിന്നെ അല്പകാലം കഴിഞ്ഞ് ഇന്നഹു മലക്ക് അത്ത ചെന്നു അൽ അബ്റസ, അബ്റസിൻ്റെ അടുത്തേക്ക് ചെന്നു, വെള്ളപ്പാണ്ടുകാരൻ്റെ. ഫി സൂറത്തിഹി വഹൈഅത്തിഹി, കണ്ടാ, വെള്ളപ്പാണ്ടുകാരൻ്റെ രൂപത്തിലാണ് ചെന്നത്. അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും സ്വീകരിച്ച്, സൂറത്ത് എന്ന് പറഞ്ഞ രൂപം, ഹൈഅത്ത് പറഞ്ഞ ഭാവം, രൂപവും ഭാവവും സ്വീകരിച്ചുകൊണ്ട് ചെന്നു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ്,
റജുലുൻ മിസ്കീനുൻ, ഞാൻ ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ഖദിൻഖതഅത് ബിയൽ ഹിബാലു, സാമഗ്രികൾ നഷ്ടപ്പെട്ടു. ഫീ സഫരി, എൻ്റെ യാത്രയിലുള്ള സാമഗ്രികളൊക്കെ നഷ്ടപ്പെട്ടു. ഹിബാൽ, ഇവിടെ ഉദ്ദേശം ഹിബാൽ പറഞ്ഞ കയറ് എന്നാണ്. പക്ഷെ ഇവിടുത്തെ അർത്ഥം ഭക്ഷണവുമായി ബന്ധപ്പെട്ട വസ്ത്രം, വെള്ളം, ഇതൊക്കെ കഴിഞ്ഞുപോയി. ഇൻഖതഅത് ബിയ അൽ ഹിബാലു ഫീ സഫരി ഫലാ ബലാഗ ലിയൽ യൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക. അപ്പോൾ ചോദിച്ചു, ഫലാ ബലാഗ ലിയ, എനിക്കൊരാശ്രയവുമില്ല, എനിക്കതൊന്നും കിട്ടൂല. ഏത്? എനിക്ക് യാത്രയിൽ വേണ്ട സാമഗ്രികളൊന്നും കിട്ടൂല. ഇല്ല അല്യോമ, ഇന്ന്, ഇല്ലാ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, സുമ്മ, പിന്നെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, പിന്നെ ബിക്ക, നിന്നെ കൊണ്ടും. നിനക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്, അള്ളയും പിന്നെ അള്ളാഹു നിനക്ക് തന്നതെന്ന് നീയുമല്ലാതെ എനിക്ക് ഒരു തരാൻ വേറെ ആരുമില്ല. അസ്അലുക്ക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബില്ലതി, ഒരുത്തനെ മുൻനിർത്തി, അഴത്താക്ക്, എങ്ങനെയുള്ള ഒരുത്തനാണ് അഴത്ത, അവൻ നൽകിയിരിക്കുന്നു, ക, നിനക്ക്, അൽ ലൗനൽ ഹസന, നല്ല നിറവും, വൽ ജിൽദൽ ഹസന, വൽ മാല, മുതലും, നല്ല തൊലിയും നല്ല നിറവൊക്കെ നൽകിയ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ബഈറൻ, എനിക്കൊരു ഒട്ടകത്തെ വേണം. എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഒട്ടകം വേണം. എങ്ങനെയുള്ള ഒട്ടകം? അത്തബല്ലഗു ബിഹി, ആ ഒട്ടകം ഉപയോഗിച്ച് ഞാൻ എത്തും. ഫീ സഫരി, എൻ്റെ യാത്രയിൽ എനിക്ക് എത്തിച്ചേരാൻ, ഒട്ടകത്തെ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഒട്ടകത്തെ തരണം എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പ്രശ്നമല്ല. അപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഹുഖൂഖു കസീറത്തുൻ, കുറച്ചോനെ ഒരുപാട് ബാധ്യതകളുണ്ട്, ധാരാളം ബാധ്യതകളുണ്ട്, തരാൻ കഴിയില്ല. ഒരുപാട് ഇടപാടുകൾ തീർക്കാണ്ട്. അപ്പോൾ കാലം അദ്ദേഹം പറഞ്ഞു, അന്നി ആരിഫു, എനിക്ക് നിന്നെ അറിയാട്ടോ. എനിക്ക്, അദ്ദേഹം പറയണം, മലക്ക് ഒരു രൂപത്തിൽ വന്നതല്ലേ. അന്നി ആരിഫു, തീർച്ചയായും ഞാൻ ആരിഫു, ഞാൻ അറിയുന്നുണ്ട്, നിന്നെ അറിഞ്ഞു. അലം തക്കു, നീ ആയിരുന്നില്ലേ, അബ്റസ, വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ, യഖ്ദിറുക്കന്നാസു, നിന്നോട് ജനങ്ങളൊക്കെ വെറുക്കുന്ന, നിന്നെ വെറുപ്പോടുകൂടെ കണ്ടിരുന്ന ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ. അതുപോലെ ഫക്കീറൻ, നീ ഒരു ഫക്കീറുമായിരുന്നില്ലേ. ഫഅതാഖല്ലാഹു, അള്ളാഹു നിനക്ക് തന്നതല്ലേ ബാക്കിയുള്ളതൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞു, അല്ല, ഇന്നമാ വരിസ്തു ഹാദൽ മാല, തീർച്ചയായും ഞാൻ ഈ മുതൽ അനന്തരമായിട്ട് കിട്ടിയതാണ്. കാബിറൻ അൻ കാബിരിൻ, എൻ്റെ ഉപ്പായിൽ നിന്നും പിന്നെ എൻ്റെ ഉപ്പാപ്പയിൽ നിന്നും, എൻ്റെ പാരമ്പര്യമായിട്ട് എനിക്ക് ഈ സമ്പത്ത് കിട്ടിയതാണ്, പൈതൃകമായി ലഭിച്ചതാണ്. ഫഖാല, അപ്പോൾ മലക്ക് പറഞ്ഞു, ഇൻ കുൻത കാദിബൻ, നീ കള്ളം പറയുന്നവനാണെങ്കിൽ, ഇൻ കുൻത കാദിബൻ, നീ കള്ളം പറയുന്നവനാണെങ്കിൽ, ഫി ദഅവാക, നിന്റെ വാദത്തിൽ നീ കള്ളം പറയുന്നവനാണെങ്കിൽ, ഫസയ്യറക്കല്ലാഹു, അള്ളാഹു നിന്നെ ആക്കട്ടെ, ഇലാമാ കുൻത, നീ ആയ ഒന്നിലേക്ക്, മുമ്പായിരുന്ന ഒന്നിലേക്ക് അള്ളാഹു നിന്നെ മടക്കട്ടെ എന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ മടക്കി. അത്തൽ അക്ര, അങ്ങനെ കഷണ്ടിക്കാരൻ്റെ അടുത്തേക്കും ചെന്നു. ഈ സൂറത്ത് ഈ വഹയത്തി, കഷണ്ടിക്കാരൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കും ചെന്നു. ഫഖാല ലഹു മിസ്ലമ ഖാല ലിഹാദ, ഇദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടും പറഞ്ഞു. വറദ്ദ അലൈഹി മിസ്ലമ റദ്ദ ഹാദ, അദ്ദേഹത്തിന് മടക്കി കൊടുത്തു പോലെ അദ്ദേഹത്തിനും മടക്കി കൊടുത്തു. വെള്ളപ്പാണ്ടുകാരന് മടക്കി കൊടുത്ത പോലെ അദ്ദേഹത്തിന് മടക്കി കൊടുത്തു. അദ്ദേഹം അത് എന്ത് ചെയ്തു? അദ്ദേഹത്തിനൊന്നും കൊടുത്തില്ല. സമ്പത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ, കഷണ്ടിക്കാരനായിരുന്നില്ലേ, ഫക്കീറായിരുന്നില്ലേ, നിനക്ക് അള്ളാഹു തന്നതല്ലേ? ഏയ്, എനിക്ക് അനന്തരമായിട്ട് പൈതൃക സ്വത്ത് കിട്ടിയതാ. എന്നാൽ അള്ളാഹു നിന്നെ മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നു അതുപോലെ ആക്കട്ടെ, അതുപോലെ ആക്കി. ഉണ്ടോ? അതാ ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇൻ കുൻത കാദിബൻ ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത വ അത്തൽ അഅ്മ, അന്ധനായ ആളുടെ അടുത്തേക്കും ചെന്നു. ഫി സൂറത്തിഹി വഹയത്തിഹി, അദ്ദേഹത്തിന്റെ രൂപത്തിലും ഭാവത്തിലും. വഖാല റജുലുൻ മിസ്കീനുൻ വബ്നു സബീലിൻ, മിസ്കീനായ ഒരു മനുഷ്യനാണ്. വബ്നു സബീലിൻ, യാത്രക്കാരനുമാണ്. ഇബ്നു സബീൽ എന്ന് പറഞ്ഞ യാത്രക്കാരൻ. ഇൻഖതഅത് ബിയൽ ഹിബാലു ഫി സഫരി, നേരത്തെ പറഞ്ഞ പോലെ. ഫലാ ബലാഗ ലിയൽ യൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക അസ്അലുക ബില്ലദി, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബില്ലദി ഒരുത്തനെ കൊണ്ട്, റദ്ദ അലൈക ബസറക, നിന്റെ കാഴ്ചശക്തി മടക്കി നൽകിയ ഒരാൾ, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഷാത്തൻ, ഒരാടിനെ വേണം, അത്തബല്ലവു, ഞാൻ എത്തും, ബിഹ, ആ ആടിനെ ഉപയോഗിച്ചുകൊണ്ട്, ഫി സഫരി, എൻ്റെ യാത്രയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും, ഒരാട് വേണം. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് കുന്തു അഅ്മാ, ഞാൻ അന്ധനായിരുന്നു. വറദ്ദല്ലാഹു ഇലയ്യ ബസരി, അള്ളാഹു എനിക്ക് എൻ്റെ കാഴ്ചയെ മടക്കി തന്നു. അതുകൊണ്ട് ഫഖുദ്, നീ എടുത്തോ, മാ ശിഅ്ത, നീ ഉദ്ദേശിച്ച ഒന്നെടുത്തോ, മാ ശിഅ്ത, നീ ഉപേക്ഷിക്കാനുള്ള ഒന്ന് ഉപേക്ഷിക്കുക ചെയ്തു, അനക്ക് വേണ്ടതെടുത്തു, വേണ്ടാത്ത അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. വേണ്ടാത്തത് എന്ത് ചെയ്താൽ മതി? അവിടെ വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? അഖദ യഖുദു എന്നാണ് ഇതിൻ്റെ ഫീല്. വദഅ യദഉ എന്നാണ് ഫീല് കേട്ടോ. ഖുദ് അംറ് ഫീലാണ്. അഖദ യഖുദു, അതിൻ്റെ അംറ് ആലിഫ് കളഞ്ഞിട്ടാണ് വരിക, ഖുദ് എന്നാണ് വരിക. വദഅ യദഉ എന്നാണ് അംറ്, യാ കളഞ്ഞാൽ പിന്നെ ദഅ അംറ് അങ്ങനെ വരും, ദഅ. ഫവല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മാ അജ്ഹദുക അൽ യൗമ, ഞാൻ നിന്നെ തടയുകയില്ല, ഞാൻ നിന്നെ തടയൂല ഇന്ന്, ബിശൈഇൻ അഖദ്തഹു, നീ എടുക്കുന്ന ഒന്ന് കാരണമായിട്ട് ഞാൻ തടയില്ല, ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു എനിക്ക് തന്നതാ, അള്ളാഹുവാണ്, അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് നിങ്ങളിതിൽ എത്ര മുതലെടുത്താലും ഞാൻ എന്താവില്ല, തടയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കാം, എത്ര വേണ്ട വെച്ച് നിങ്ങൾക്ക് എടുക്കാന്ന് പറഞ്ഞു. ഫഖാൽ, അപ്പോൾ മലക്ക് പറഞ്ഞു, അംസിക് മാലക, നിന്റെ മുതൽ നീ പിടിച്ചു വെച്ചോ, ഫഇന്നമബ്തുലീതും, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടു, ഫഖദ് റളിയല്ലാഹു അൻക, അള്ളാഹു നിനക്ക് പൊരുത്തം നൽകിയിരിക്കുന്നു, വസഖിത, അവൻ ദേഷ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു, അലാ സ്വാഹിബൈക, നിന്റെ രണ്ട് ചങ്ങാതിമാരോട് ദേഷ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ക്ലിയർ അല്ലേ?
വന്നാഖത്തുൽ ഉശറാ ബിളമ്മിൽ ഐനി ബിഫത്ഹി ഷീനി ഹിയൽ ഹാമിലു. ഉശറാ ഐനിക്ക് ലമ്മും ഷീനിക്ക് ഫത്ഹും ഹിയൽ ഹാമിലു, ഇത് ഗർഭിണി എന്നതിൻ്റെ അർത്ഥം. വഖൗലുഹു ലാ അജ്ഹദുക, അതിൻ്റെ അർത്ഥം മാനാഹു ലാ അശുക്കു, ഞാൻ പ്രയാസപ്പെടുത്തൂല, അലൈക്ക് അതിൻ്റെ മേൽ, ഫി റദ്ദി ഷൈഇൻ തഅഖുദുഹു, നീ എടുത്ത ഒന്നിനെ മടക്കുന്ന വിഷയത്തിലും, ഔ തത്ലുബുഹു ബിൻ മാലി, അതായത് നീ എടുത്ത ഒന്നിനെ ഇങ്ങോട്ട് കൊണ്ട അത് എടുക്കണ്ട വേറെ എടുത്തോന്ന് പറയില്ല. ഔ തത്ലുബുഹു ബിൻ മാലി, എൻ്റെ മുതലിൽ നിന്ന് നീ തേടുന്ന ഒന്ന് ഉണ്ടല്ലോ അത് വേറെ എടുത്തോന്ന് പറയില്ല, അത് എടുക്കണ്ട മറ്റേത് എടുത്തോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അതവിടെ വെച്ചോ ബാക്കി എടുത്തോ, അങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ അർത്ഥം. ക്ലിയറല്ലേ? അറുപത്തിയാറ് ഇത് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. അസ്സാബിഉൻ അബി യഅല ശദ്ദാദ് ബിൻ ഔസിൻ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. അൽ കയ്യിസു, ബുദ്ധിമാനായ മനുഷ്യൻ. നമ്മൾ ബുദ്ധിയുള്ള ആള് എന്നൊക്കെ നമ്മൾ പലതിനെ കുറിച്ച് പറയും. ഐക്യു ഉള്ള ആള്, ഇത്ര ഐക്യു ഉണ്ട് അദ്ദേഹത്തിന്, അദ്ദേഹം നല്ല ബുദ്ധി ഉണ്ട് എന്ന് പറയും. എന്നാൽ യഥാർത്ഥ ബുദ്ധിമാൻ മൻ ഒരാളാണ്, ദാന അവൻ വിചാരണ ചെയ്യുന്നു നഫ്സഹു അവൻ്റെ ശരീരത്തെ, അവൻ്റെ ശരീരത്തിനെ നാളെ പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യുമല്ലോ, അതിന് മുമ്പ് ഈ ദുന്യാവിൽ വെച്ച് തന്നെ വിചാരണ ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഓനെന്ത് ചെയ്യും? നന്നാവും, അവൻ സ്വർഗത്തിലാവും. പിന്നെ വാമിൽ അവൻ പ്രവർത്തിക്കുകയും ചെയ്യും ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ഒന്നിന്, മരണശേഷമുള്ള ഒന്നിനു വേണ്ടി, മരണശേഷം ഉപകരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് യഥാർത്ഥ ബുദ്ധിമാൻ. വൽ ആജിസു മൻ, ആജിസ് എന്ന ബുദ്ധിയില്ലാത്ത ഹംക്ക് മൻ ഒരാളാണ്, അത്ബഅ നഫ്സഹു അവൻ്റെ ശരീരത്തോട് അവൻ തുടർത്തും ഹവാഹ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ, എന്തൊക്കെയാണോ ശരീരത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ അതൊക്കെ ചെയ്ത് നടക്കുന്ന ആൾ. വതമന്ന അലല്ലാഹ്, അവൻ എന്തും ചെയ്യും? അവൻ ആഗ്രഹിക്കും. തമന്ന അവൻ ആഗ്രഹിക്കും. അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ, അള്ളാഹു അതൊക്കെ പുറത്തു തരും. അതൊക്കെ ചെറുതല്ലേ, ഇതൊക്കെ നിസ്സാരല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? നടക്കും. അപ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ബുദ്ധിമാൻ. ബുദ്ധിയുള്ള ആൾ ചെയ്യേണ്ടത്, അവൻ എന്ത് ചെയ്യണം? നാളെ പരലോകത്തെത്തുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ തന്നെ ഓരോ ദിവസവും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തി, അത് പറ്റിയത് നല്ലതാണോ, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അതെങ്ങനെ സംഭവിച്ചു, അങ്ങനെ വിഷയങ്ങളൊക്കെ സംശയിച്ച് എന്താ പറയുക ചെയ്ത് മനസ്സിലാക്കുന്ന ആളാണ്, വിചാരണ ചെയ്യുന്ന ആളാണ് ബുദ്ധിമാൻ. മറ്റാൾ വൽ ആജിസു, ബുദ്ധിയില്ലാത്ത ആൾ. ബുദ്ധിയില്ലാത്ത ആൾ അശക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശം ബുദ്ധിൻ്റെ ഓപ്പോസിറ്റ് വന്ന ബുദ്ധിയില്ലാത്ത ആൾ, ഹംക്ക്, അറിവില്ലാത്ത ആൾ എന്നൊക്കെ പറഞ്ഞ മൻ ഒരാളാണ്. അത്ബഅ അവൻ തുടർത്തും നഫ്സഹുവിൻ്റെ ശരീരത്തോട് ഹവാഹ ശരീരത്തിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളും. ശരീരത്തിന് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിറവേറ്റും. എന്നിട്ട് തമന്ന അലല്ലാഹ് അള്ളാഹുവിൻ്റെ മേൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യും. എന്ത്? അള്ളാഹു അത് പുറത്തു തരും, അള്ളാഹ് കാരണം ചെയ്യും, സ്വർഗം തരും. പക്ഷെ അവൻ അതൊന്നും കിട്ടൂല എന്നർത്ഥം. അപ്പം ഇങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് എന്താവില്ല? ഈമാൻ ഉണ്ടാവില്ല. അള്ളാഹ് വലിയവനല്ലേ, അള്ളാഹ് അത് പുറത്തു തരൂലേ,
ആഗ്രഹിച്ചുകൊണ്ട്, പക്ഷേ മനസ്സിലെന്ത് വേണം? ഒരു പേടി വേണം അള്ളാഹിനെ കുറിച്ച്. എന്നിട്ടത് നമ്മൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും വേണം. ഒരു നല്ല കാര്യവും ചെയ്യാതെ ഒന്നും ചെയ്യാൻ ഓനില്ല, ഒരു സൽക്കർമ്മവും ചെയ്യാൻ ഓനില്ല. ഓൻ മനസ്സിലെന്താ? ഞാൻ അള്ളാഹുവിന് നല്ലതേ ചെയ്യുള്ളൂ, അള്ളാഹു എന്നൊക്കെ കഴിച്ചിലാക്കി തരുന്നുള്ള നല്ല വിചാരമാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ആ നല്ല വിചാരം ശരിയല്ല, അത് അള്ളാഹിനെ കൊണ്ട് കളവാക്കിയതാണ്. നല്ല വിചാരം ഉണ്ടെങ്കിൽ ഓൻ നല്ല കാര്യങ്ങൾ ചെയ്യല്ലേ വേണ്ടേ? ക്ലിയർ അല്ലേ? തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ന്യായമാണ് അതൊക്കെ അള്ളാഹ് പുറത്തു തരും. അങ്ങനെ നിസ്സാരമായി എല്ലാ കാര്യവും ചെയ്യും, പിന്നെ അത് ബുദ്ധിമുട്ടാണ് എന്ന് പഠിപ്പിക്കുക. ഇതാ ഓക്കെ അല്ലേ? الثامن عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حسن إسلام المرء. ഒരു മനുഷ്യൻ്റെ ഇസ്ലാം പൂർണ്ണമായി എന്നതിൽപ്പെട്ടതാണ് തർക്കുഹു, അവൻ ഉപേക്ഷിക്കൽ, മാ ഒന്നിനെ, ലായ അനിഹി, അവൻ ആവശ്യമില്ലാത്ത ഒന്നിനെ. അവന് ആവശ്യമില്ലാത്ത ഒന്നിനെ എന്ത് ചെയ്യുക? നന്മല്ലാത്ത ഒന്ന്, മസ്ലഹത്തില്ലാത്ത ഒന്നിനെ ഉപേക്ഷിക്കുക. ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ മേന്മ, ഇസ്ലാമിൻ്റെ പരിപൂർണത. അത് ഹദീസുൻ ഹസനുൻ റവാഹു തിർമിദിയു വഗൈറുഹു. അത്താസിഉ 9 അൻ ഉമർ റളിയല്ലാഹു അൻഹു പറയണം, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുസ്അലു റജുലു, ഒരു മനുഷ്യൻ ചോദിക്കപ്പെടൂല, ഫീമ ലറബ ഇംറഅതഹു, അവൻ്റെ ഭാര്യയെ തല്ലിയ വിഷയത്തിൽ. പെണ്ണുങ്ങളെ, വൈഫിനെ എന്ത് ചെയ്തു? തല്ലി. ആ വിഷയത്തിൽ പുരുഷനോട് ചോദ്യം ഇല്ല. നീ എന്തിനാ അടിച്ചത് എന്ന് അവനോട് ചോദിക്കപ്പെടില്ല. ഭാര്യ നല്ലതായിട്ട് തല്ല അല്ലേ? അതായത് എന്തിനാ തല്ലിയത് എന്ന് ചോദിക്കൂലെന്ന്. ഉദാഹരണം, വെറുതെ അല്ല, തല്ലാതിരിക്കാനാണ് ഈ ഹദീസ്. മനസ്സിലായ? ഈ ഹദീസ് എന്തിനുള്ളതാണ്? തല്ലാതിരിക്കാനാണ്. അതായത് കുടുങ്ങണ സമയത്താണ് തല്ല. ഉദാഹരണം പറയാം, പെണ്ണ് നിസ്കരിക്കണില്ല, പെണ്ണുങ്ങൾ എന്താകുന്നില്ല, നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് വഴിപ്പെടാൻ വേണ്ടി അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ ഈ പെണ്ണ് ചെയ്യുന്നില്ല. ആ സമയത്ത് മാത്രം ഈ ഭാര്യയെ തല്ലാം. അതായത് അനുവദനീയമായ സമയമാണത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യമില്ല. അല്ലാതെ വെറുതെ ഇവിടുത്തെ രാത്രിയും പകലും ഇങ്ങനെ തല്ല് തന്നെ, അതങ്ങനെ അതിനെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. അപ്പോൾ ഇത് ചിലപ്പോൾ ചില രഹസ്യമായ കാര്യങ്ങളാണല്ലോ. അപ്പോൾ പരസ്യമായി കോടതിയിലൊന്നും പറയേണ്ട കേസല്ല. ഭാര്യ എന്താകുന്നില്ല, നിസ്കരിക്കണില്ല, അത് ഈ ഭാര്യയെ നിസ്സാരപ്പെടുത്തുന്നതിന് തുല്യല്ലേ എന്ത് ആൾക്കാരുടെ ഇടയിൽ വെച്ച്. അല്ലെങ്കിൽ ഭാര്യ ഞാൻ പറഞ്ഞത് എന്താകുന്നില്ല, ഹലാലായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം അതിൽ എന്ന് പറഞ്ഞാൽ അതൊന്നും അന്യപുരുഷൻ്റെ മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ
വിഷയങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഭയങ്കര രസമായിരിക്കും, ഭയങ്കര താല്പര്യമായിരിക്കും ഒരാളുടെ കുറവുകൾ കേൾക്കുക എന്നുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇനി അഥവാ ഗത്യന്തരമില്ലാതെ തല്ലുക എന്ന് പറഞ്ഞാൽ ഈ ഒലക്കെടുത്ത് തല്ലൊന്നല്ല, വലിയ വടിയെടുത്ത് തല്ലൊന്നല്ല കേട്ടോ. നല്ല ഒച്ച ഉണ്ടാവുക. ഒരു വടി എടുത്തു എന്ന് വിചാരിക്കുക. വടി എടുത്തിട്ട് ചില ഉസ്താദന്മാരൊക്കെ കുട്ടികളെ കുടുങ്ങിയ സമയത്ത് ചിലപ്പോൾ ചെറിയ അടിയൊക്കെ അടിക്കും. ഈ കുട്ടിക്ക് തോന്നണം എന്ത്, നല്ലൊരു അടി അടിച്ചത്. വേദന അല്ലെങ്കിൽ മുറിവ്, പരിക്ക് ഈ വിഷയങ്ങളൊന്നും ഏൽപ്പിക്കാത്ത രൂപത്തിൽ ചിലപ്പോൾ ഒന്ന് പിണങ്ങി നടക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് അങ്ങനെ ചെയ്യും. അങ്ങനത്തെ വിഷയങ്ങൾ ചോദിക്കരുത്. മനസ്സിലായോ? ഇതാ ഇത പേടിച്ചിക്കുക പുതിയാപ്പിളെ തല്ലണതിന്. കല്യാണം കഴിഞ്ഞില്ലേ? തല്ലാന്ന് പറഞ്ഞാൽ ആ തല്ലാണ് ഈ പറഞ്ഞത്. അതിനെക്കുറിച്ച് ചോദിക്കൂല. ഈ രൂപത്തിലുള്ള തല്ല്. പെണ്ണെന്ത് ചെയ്യുന്നില്ല, പുതിയാപ്പിള വിളിച്ചു, വിരിപ്പിലേക്ക് വിളിച്ചു, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ ചോദിക്കൂല. അപ്പൊ ഇത് തല്ലാനാണോ തല്ലാതിരിക്കാനാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇത് തല്ലാൻ വേണ്ടി പറഞ്ഞതാണോ തല്ലാതിരിക്കാനുള്ളതാണോ? ഇത് തല്ല് വാങ്ങാതിരിക്കാനും. ഇത് പെട്ടെന്ന് കണ്ടാൽ അതാണ് നമ്മളിതിൻ്റെ ഒരു ഹദീസിൻ്റെ കോണ്ടെക്സ്റ്റുകൾ, ആയത്തായാലും മറ്റ് എന്തായാലും അതിൻ്റെയൊക്കെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കിയിട്ട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറയുന്നു. ഈ ഒരു ഹദീസ് അതിൽ പെട്ടതാണ്. ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്താണ് ഇതിൻ്റെ സാഹചര്യം. അപ്പോൾ നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട, നല്ല നിലക്ക് പോകേണ്ട ആളുകളാണ് ഭാര്യയും ഭർത്താക്കന്മാരും. നാട്ടുകാരോടൊക്കെ ഉഷാറാക്കാരം, എളാപ്പ മുത്തമ്മമാരുടെ മക്കളോടൊക്കെ ഭയങ്കര ഡീസൻ്റായിരിക്കും. പക്ഷെ സ്വന്തം വീട്ടിൽ പുലിയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ അവരുടെ കുടുംബം ദാമ്പത്യ ജീവിതത്തിൽ നന്നാവില്ല, നല്ല രൂപത്തിൽ പോവില്ല. പക്ഷെ നേരെ മറിച്ച് എന്താ ചെയ്യേണ്ടത്? നാട്ടുകാരോട് എങ്ങനെ ആയാലും കുഴപ്പമില്ല, അതിനർത്ഥം നാട്ടുകാരോട് മോശമാവണം എന്നല്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യ, മക്കൾ, ഭർത്താവ്, ഇവരോട് എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഡീസൻറ്റ്, നമ്മൾ നല്ല നിലക്ക് എന്ത് ചെയ്യണം? അപ്പം അങ്ങനെ അതന്നെ പറഞ്ഞു. അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. പിന്നെ ഇപ്പോൾ തല്ലരുത് എന്ന്. അപ്പം എന്താണ്? വൈരുദ്ധ്യങ്ങൾ വരും. ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ ഈമാനികമായ കുറവാണ്, നമ്മുടെ അറിവ് കുറവാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും? നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കും. ഇപ്പോൾ വെള്ളിയാഴ്ച മിക്കവാറും പെരുന്നാൾ ആകും. 29 മാസം കണ്ടാൽ എന്തായാലും പെരുന്നാളായിരിക്കും. അപ്പോൾ ചിലർ പറഞ്ഞു പെരുന്നാളിൻ്റെ വെള്ളിയാഴ്ചയും പെരുന്നാളും വന്നാൽ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി, ജുമുഅ നിർബന്ധമല്ല, സംഘടിപ്പിക്കണം, പങ്കെടുക്കൽ നിർബന്ധമല്ല. അപ്പോൾ ഇതെന്താ ഒരു കേസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ജുമുഅ നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം ശക്തിയായ സുന്നത്താണ്. അപ്പോൾ ശക്തിയായ ഒരു സുന്നത്ത് കൊണ്ട് ഫർള് എങ്ങനെ ഒഴിവാകുക? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കത് ഒന്നുകൂടി പഠനം നടത്താനുള്ള ഒരു മാറ്ററായി. അങ്ങനെ പറഞ്ഞിക്കണ. അപ്പോൾ ആരോട്, എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് പറഞ്ഞു? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞത് എന്താണ്? ശരിക്കെന്താ? ഇവർ കട്ടുമുറിച്ച് ചില പുത്തൻവാദികൾ പറയുന്ന പോലെയല്ല. നമ്മൾ ആ ഹദീസ് ഫുള്ള് നോക്കും.
ഇനി ആ ഹദീസ് ഫുള്ള് നോക്കിയിട്ട് ഇവർ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് ശരിയല്ലല്ലോ. ഏതൊരാൾക്കും മനസ്സിലാവുമല്ലോ. സുന്നത്തായ കാര്യം ചെയ്തിട്ട് ഫർദ് ഒഴിവാക്കാൻ പാടില്ലല്ലോ. സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഫർദ് ചെയ്യാന്നല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, അതിനെക്കുറിച്ച് പണ്ഡിതന്മാരെന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ചെറിയ പെരുന്നാളും ഇപ്പോൾ ഉണ്ടാണ്, ഇപ്പം മാത്രമല്ലല്ലോ. 1400 കൊല്ലം മുതലേ ഉണ്ടല്ലോ, പല പല സമയങ്ങളിലായിട്ടുണ്ടാവുമല്ലോ. ആ ഘട്ടങ്ങളിൽ ഇവരെന്ത് പറഞ്ഞു? അപ്പോൾ മനസ്സിലാവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മദീനയുടെ ഉള്ള് സ്ഥലങ്ങളിൽ കുറേ ദൂരത്തു നിന്ന് വന്ന് ജുമയൊന്നും നിർബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ പെരുന്നാൾ നിസ്കരിക്കാൻ വന്നപ്പോൾ അവർ തിരിച്ചു പോവുകയാണെങ്കിൽ ഇനി ജുമാക്ക് വരേണ്ടതില്ല. അവർക്ക് ജുമ നിർബന്ധമല്ലല്ലോ. ഇനി അവർ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് ജുമയും കൂടി നിസ്കരിച്ച് പോകണമെന്ന. പക്ഷെ ആ ഭാഗം പറയില്ല അവർക്ക് വേണ്ട ഭാഗങ്ങൾ എടുത്തു. അപ്പോൾ അതേപോലെ ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്ത് ഇത്തരം വിഷയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് പൊതുവെ ഒരു ബോധം വേണം. ഹദീസിലും ആയത്തിലും അതുപോലെ ചരിത്രങ്ങളിലുമൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രശ്നമാണ്. വൈരുദ്ധ്യം ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണം ഡീറ്റെയിൽസുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. മനസ്സിലായോ? ഇപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം എന്താണ്? അപ്പോൾ പറഞ്ഞു സലാം പറയലാണ്. വേറെ ചില സന്ദർഭങ്ങളിൽ നബി തങ്ങൾ പറഞ്ഞു ഭക്ഷണം കൊടുക്കലാണ്. വേറെ സമയങ്ങളിൽ പഠിക്കലാണ്. വേറെ സമയങ്ങളിൽ ജിഹാദ് ചെയ്യലാണ്. ഇതൊക്കെ പാടെങ്ങനെ ഉണ്ടാകുക? ഇതൊക്കെ പാടെ ശരിയാവില്ല. ഏതെങ്കിലും ഒന്നല്ലേ? അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക കേസുകളിൽ നബി തങ്ങളുടെ സംസാരവും പ്രയോഗവുമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു യുക്തിവാദി ഇവിടെ ഇങ്ങനെ പറയുന്നു, ഇവിടെ ഇങ്ങനെ പറയുന്നു, ഇത് ശരിയല്ല, അത് മുഹമ്മദ് നബി പറഞ്ഞത് കളവാണ്, തെറ്റാണ് എന്നിങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുമ്പോൾ ശരി തന്നെയാണല്ലോ ഇവർ പറയണത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. നമ്മളത് മനസ്സിലാക്കണം. അതിന് ഇന്ന മീനിങ്ങാണ്. അത് അവരല്ലല്ലോ പറയേണ്ടത്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ നമ്മുടെ എന്താ പറയുക വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടതോ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതോ ഏതെങ്കിലും പൊട്ടോ ശകലോ കണ്ട ആളുകളാണോ? 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ ഉസ്താദാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം. ഷാഫി മദ്ഹബുകാരല്ലേ എല്ലാവരും? കാശിഫ ഷാഫി മദ്ഹബല്ലേ? ആണെന്നോ അല്ലാതെ? നാല് മദ്ഹബിൻ്റെ ഇമാമന്മാരും ഹക്കിലാണ്. 4 മദ്ഹബ് മാത്രമല്ല ലോകത്തുള്ളത്, കുറേ മദ്ഹബ് ഉണ്ടായിരുന്നു. പക്ഷേ ക്രോഡീകരിക്കപ്പെട്ട് ഇന്ന് ലഭ്യമായിട്ടുള്ള സോഴ്സുകളുള്ളത് 4 മദ്ഹബുള്ളൂ. അതുകൊണ്ട് 4 മദ്ഹബിലൊന്ന് സ്വീകരിക്കൽ നിർബന്ധമാണ്. നമുക്ക് നേരെ ഒരു ഹദീസിൽ നിന്ന് അമൽ ചെയ്യാൻ പാടില്ല. നേരെ ഒരു ഖുർആനായത്ത് വെച്ചുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാൻ പാടില്ല. ആ ഖുർആനായത്തും സഹാബത്തിൻ്റെ ജീവിതവും ഹദീസുകളും ലക്ഷക്കണക്കിന് ഹദീസിൻ്റെ സനദുകളും പരമ്പരകളും ഒക്കെ മനഃപ്പാടമുള്ള, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ വലിയ വലിയ മുജ്തഹിദുകളായ വിജ്ഞാന പടുക്കൾ, വലിയ ആളുകൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ സുവ്യക്തമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇന്നൊക്കെ വലിയ ഫിഖാണ്, ഫഖീഹാണ്. ശരിക്കും ഫഖീഹ് എന്ന് പറഞ്ഞാൽ മുജ്തഹിദായ ഒരാൾക്കാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഫഖീഹ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഫഖീഹ് എന്ന് ചില ഉസ്താദ്മാരെ കുറിച്ചൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരൊക്കെ പറഞ്ഞു വെച്ച, അവർക്ക് ശേഷമുള്ള ഇമാം നവവി റാഫി റളിയല്ലാഹു അൻഹുമ, ശേഷമുള്ള ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, റംലി റളിയല്ലാഹു അൻഹു, അവർക്ക് ശേഷമുള്ള ജൈൻദി മഖ്ദൂം റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് നോക്കിയെടുത്ത് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുണ്ട്. ആ അർത്ഥത്തിനാണ് ഫഖീഹ് എന്ന്, ഇന്ന ആള് വലിയൊരു ഫഖീഹാണെന്ന് പറയില്ല, അങ്ങനെ അർത്ഥത്തിലാണ്. ശരിക്കും ഫഖീഹ് എന്ന് പറഞ്ഞാൽ മുജ്തഹിദാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർക്കാണ് ഫഖീഹ് എന്ന് പറയാൻ പറ്റും. ഞാൻ ചുരുക്കി പറഞ്ഞത്,
നമ്മളൊരു ഹദീസ് കണ്ടു, അല്ലെങ്കിൽ ഒരു ആയത്ത് കണ്ടു, അപ്പോൾ അമുസ്ലിമീങ്ങളെ എവിടെ വെച്ച് കണ്ടാലും ശരിയാക്കി കളയണം എന്ന് പറഞ്ഞിട്ട് ചില ആയത്തുകൾ കാണാം. അപ്പോൾ അതിൻ്റെ നിശ്ചിതമായ കോണ്ടക്സ്റ്റുകൾ, അത് എവിടെ ഇറങ്ങിയതാണ്, ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയതാണ്, ആർക്കിറങ്ങിയതാണ്, എങ്ങനെയാണത്, അതിൻ്റെ വിശദീകരണം, ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും, നിങ്ങൾ മൈൻഡപ്പ് ചെയ്യാം.